അപ്പോൾ നമുക്ക് തേർഡ് ട്രൈമസ്റ്ററിലെ ഒരു മിനി വ്ലോഗ് കണ്ടാലോ. രാവിലെ ഈ കട്ടിലിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റുന്നൊരു പാട് എനിക്ക് മാത്രമേ അറിയാവൂ. രാത്രി ഉറക്കം ഭയങ്കര കുറവാണ്. നമുക്ക് വെളുപ്പിനെ ആകുമ്പോഴാണ് ഒന്നും ഉറങ്ങാൻ പറ്റുക. അപ്പോൾ എങ്ങനെയെങ്കിലും രാവിലെ ആകുമ്പോഴത്തേക്ക് 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എങ്ങനെയെങ്കിലും ഉറങ്ങിയാൽ മതിയെന്ന്. പക്ഷെ എന്ത് ചെയ്യാനാ, വിശപ്പിൻ്റെ വിളി വരത്തില്ല. അപ്പം നമുക്ക് എഴുന്നേറ്റേ പറ്റത്തുള്ളൂ. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാനത് കണ്ടത്. എൻ്റെ പല്ലിൽ നിന്ന് ചോര. ഈ പ്രഗ്നൻസിയിൽ ഞാൻ ഫേസ് ചെയ്ത ഏറ്റവും വലിയ പ്രശ്നമാണ് ഇങ്ങനെ ബ്ലഡ് വരും പല്ല് തേക്കാൻ നേരത്തും ഒക്കെ. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നട്ട്സൊക്കെ കഴിച്ചു. എനിക്കത് കഴിക്കുന്ന ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. എനിക്ക് പായസത്തിൽ കിടക്കുന്ന ഉണക്കമുന്തിരിങ്ങ പോലും ഇഷ്ടമല്ല. പക്ഷേ നമുക്ക് ബ്ലഡ് കുറച്ച് കുറവായതുകൊണ്ട് നമുക്കിതൊക്കെ കഴിച്ചേ പറ്റത്തുള്ളൂ. ഇനി അതൊക്കെ കഴിച്ചിട്ട് വന്നിട്ട് കുറച്ച് നേരം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനൊന്ന് എക്സസൈസ് ചെയ്യും. അത് കഴിഞ്ഞ് നമുക്ക് രാവിലെ കഴിക്കാനുള്ള സമയക്കാര്യം എനിക്ക് വിശന്ന് തുടങ്ങി. ഇന്ന് ഇടിയപ്പവും കടലക്കറിയായിരുന്നു. എനിക്ക് ഈ ഇടിയപ്പം കടലക്കറി, പുട്ട് കടലക്കറി, അപ്പം കടലക്കറി അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇന്ന് നമുക്ക് ഇടിയപ്പം കടലക്കറിയായിരുന്നു. അങ്ങനെ അതും കൂട്ടി ഇടിയപ്പമൊക്കെ കഴിച്ച് കഴിഞ്ഞ് എണ്ണ തേച്ച് കുളിക്കാനുള്ള പരിപാടിയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ എൻ്റെ മൈലാഞ്ചിയൊക്കെ കാണിക്കുന്നുണ്ട്. ഇതെൻ്റെ വളകാപ്പിന് വാങ്ങിച്ച മൈലാഞ്ചി ബാലൻസ് ഇരുന്നേ കേട്ടോ. അന്നിട്ട മൈലാഞ്ചി പെട്ടെന്ന് പോയിട്ടുണ്ടായിരുന്നു. പെട്ടെന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ചക്കകം വെച്ച് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കതിങ്ങനെ ഇരുന്ന് കണ്ടപ്പോൾ മൈലാഞ്ചി ഇട്ടാലോ എന്ന് തോന്നി. അങ്ങനെ ചുമ്മാ ഇട്ടത്, എൻ്റെ സ്വന്തം ഡിസൈന്. അതുകൊണ്ട് അതിന് വലിയ പെർഫെക്ഷൻ ഒന്നും വന്നിട്ടില്ല. ഇനി നമുക്ക് പോയി കുളിച്ചിട്ട് വരാം. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് ഞാൻ എൻ്റെ വളയെടുത്ത് കയ്യിലിടുക. ഇത് എല്ലാ ദിവസവും രാത്രിയാകുമ്പോൾ ഞാൻ ഊരി വെക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വട്ടം കൈ പൊത്ത് കയറിയതുകൊണ്ട് എനിക്ക് പേടിയാണ് രാത്രി കിടക്കാൻ നേരത്തെങ്ങാണോ എനിക്ക് കൈ പൊത്ത് കയറുമെന്ന്. അതുകൊണ്ട് രാത്രി ഊരി വെച്ചിട്ട് രാവിലെ എടുത്തിട്ട് എനിക്കിങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ സൗണ്ട് കേൾക്കാൻ. സ്ഥിരം പരിപാടിയല്ല ഇത്, പക്ഷേ വല്ലപ്പോഴും ഒക്കെ ഉണ്ട് പഴം കഴിക്കുന്നത്, പഴം പുഴുങ്ങി കഴിക്കുന്നത്. എനിക്ക് ഈ പഴം കഴിക്കുന്നതിനോട് അത്ര വലിയ താല്പര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു ദിവസം ഇങ്ങനെ പഴം പൊളിച്ചപ്പോഴേ അതിനകത്ത് പുഴുവിനെ കണ്ടു. പിന്നെ ഞാൻ പഴം തൊടത്തേയില്ലായിരുന്നു. പിന്നെ ഡോക്ടർ പറഞ്ഞ് പഴം കഴിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ രാവിലെ 2 പഴം എടുത്ത് പുഴുങ്ങി കഴിക്കുക. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ 8ാം മാസം ഇനി എത്താറായതുകൊണ്ട് ഇനി അധികം ദിവസം ഇല്ലാത്തത് കൊണ്ടും ഞാൻ വിചാരിച്ചു ഹോസ്പിറ്റൽ ബാഗിലേക്കുള്ള സാധനങ്ങൾ നമുക്ക് നോക്കി വെക്കാമെന്ന്. അങ്ങനെ നമ്മൾ ഓരോ വീഡിയോയിൽ കണ്ടും പിന്നെ നമുക്കിത് അറിയത്തില്ലല്ലോ. അങ്ങനെ ഓരോന്നും നോക്കി ഞാൻ ഒരു ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാനൊരു ഡയറിയിലേക്ക് ആക്കുക. അത് കഴിഞ്ഞ് ഉച്ചയായപ്പോഴത്തേക്ക് ഞാൻ ചോറൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം കിടന്നിട്ടുണ്ടായിരുന്നു. ഉറങ്ങത്തില്ല, ഉറങ്ങിയാൽ പിന്നെ എനിക്ക് രാത്രി ഉറങ്ങാൻ പറ്റത്തില്ലല്ലോ. ഞാനും അമ്മൂമ്മയും ലിയക്കുട്ടിയും കൂടെ ഒന്ന് നടക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണെങ്കിൽ ഭയങ്കര മഴ. അങ്ങനെ മഴയൊക്കെ കണ്ടുകൊണ്ട് ഞാൻ പാൽ കുടിക്കുമായിരുന്നു. കാര്യം ഡോക്ടർ പ്രോട്ടീൻ പൗഡർ എഴുതി തന്നിട്ടുണ്ടായിരുന്നു. ഈ പ്രോട്ടീൻ പൗഡറാണ് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് രാത്രിത്തെ ഫുഡും കഴിച്ചിട്ട് പിന്നെ ഗുളിക ഉണ്ടായിരുന്നു കഴിക്കാൻ. അതും കഴിച്ചിട്ട് കിടന്നിറങ്ങി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.